കോഴിക്കോട് ബാലുശ്ശേരി കോട്ടശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കുന്നു. പിൽഗ്രീം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടപ്പാക്കുന്നത്. പദ്ധതി പ്രഖ്യാപനം ഉദ്ഘാടനം സച്ചിൻ ദേവ് MLA നിർവഹിച്ചു. ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും വികസനത്തിനായി നിലവിലുള്ള ട്രസ്റ്റി ബോർഡ് നടത്തിവരുന്നത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പിൽഗ്രിം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രകലാ പരിശീലന കളരിയും അന്നദാന മണ്ഡപവും പൂർത്തീകരിക്കും. 2.5 കോടിയിലധികം രൂപ ചിലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. കൂടാതെ ചുറ്റുമതിൽ, നടപ്പാത, ഗേറ്റ് ഉൾപ്പെടെ അനുബന്ധ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിന് അംഗീകാരം ലഭിച്ചു. മഞ്ഞപ്പുഴ രാമൻപുഴ നവീകരണത്തിന്റെ ഭാഗമായി കോട്ടനട ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇറിഗേഷൻ വകുപ്പും 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ പ്രഖ്യാപനം ബാലുശ്ശേരി MLA അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് നിർവഹിച്ചു. പൈതൃക ടൂറിസം, പിൽഗ്രിം ടൂറിസം, തീർത്ഥാടന ടൂറിസം കേരളത്തിലെ ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടുകൂടി വിഭാവനം ചെയ്ത ഒരു ബൃഹത്തായ പദ്ധതിയാണ്. കേരള ഗവൺമെന്റിന് പുതിയ ചുവടുവെപ്പാണ്. ഒരു മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി. അത് തയ്യാറാക്കി മന്ത്രിയുമായി സംസാരിച്ചു. അങ്ങനെയാണ് 2.50 കോടി കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് ബാലുശ്ശേരി. ചടങ്ങിൽ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM കുട്ടിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.